മലയാള മനോരമയുടെ സാഹിത്യ പ്രസിദ്ധീകരണമായ ഭാഷാപോഷിണിയുടെ സമ്പൂർണ്ണ ചുമതല സാർ ഏൽക്കണം എന്ന് മാമൻ മാപ്പിള അഭ്യർത്ഥിച്ചു. എൻ്റെ മനോരമ എസ്റ്റാബ്ലിഷ്മെൻ്റ് എല്ലാ സപ്പോർട്ടും തനിക്ക് വാഗ്ദാനം ചെയ്തു. കോട്ടയത്ത് മനോരമയുടെ അടുത്ത് എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി വാഹനവും ഡ്രൈവറും ഉൾപ്പെടെ താമസ സൗകര്യവും തനിക്ക് തരപ്പെടുത്തി കൊടുക്കാമെന്നുള്ള വാഗ്ദാനവും മികച്ച ശമ്പളവും മാത്രവുമല്ല എല്ലാ ആത്മീയ പ്രവർത്തനങ്ങൾ തുടരുന്നതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും. വളരെ ഞെരുക്കത്തിൽ കൂടി കടന്നു പോകുന്ന സാർ വളരെ സ്നേഹപൂർവം എല്ലാ വാഗ്ദാനങ്ങളും നിരസിച്ചു എങ്കിലും തൻ്റെ ചുരുക്കം ചില ആവശ്യങ്ങളിൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ആ മാമൻ മാപ്പിളയുടെ ആവശ്യങ്ങൾ ബൈബിളിലെ ഓരോ പുസ്തകങ്ങളും ആധുനിക ഭാഷയിലേക്ക് മാറ്റുക, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കിളിപ്പാട്ട് മീറ്ററിൽ രാമായണം എഴുതിയതുപോലെ ബൈബിൾ വാക്യങ്ങൾ കമ്പോസ് ചെയ്യുക, ഭക്തിഗാനങ്ങളും ഭജനകളും ഭവനങ്ങളിലും മറ്റും ഉപയോഗിക്കത്തക്ക നിലയിൽ ചിട്ടപ്പെടുത്തുക. മാമൻ മാപ്പിളയും KVSുമായി അനവധി ചർച്ചകൾ നടന്നു. ഈ രചനകളുമായി മുന്നോട്ടു പോകുവാൻ അനേകർ സാറിനെ നിർബന്ധിച്ച് പ്രോത്സാഹിപ്പിച്ചു. മനോരമയിൽ കട്ടക്കയം ചെറിയാൻ മാപ്പിളയുടെ ശ്രീയേശു വിജയം എന്ന കാവ്യത്തിന് ശ്രീ മൂലൂർ എഴുതിയ പ്രോത്സാഹനവും സാറിൽ സ്വാധീനം ചെലുത്തി. എന്നാൽ സംസ്കൃതാധിപത്യത്തെക്കാൾ അധികമായി പ്രാദേശിക ചിട്ടയിൽ ഉൽപ്പത്തി പുസ്തകത്തെ അടിസ്ഥാനമാക്കി കാവ്യം രചിക്കുവാൻ 1929 സാർ ആരംഭിച്ചു. ഒറ്റ വർഷം കൊണ്ട് എഴുതി തീർത്തു എങ്കിലും മറ്റ് ചില പ്രയാസങ്ങൾ കാരണം ആദ്യ എഡിഷൻ ഉണ്ടായത് 1931 കയ്യെഴുത്ത് പ്രതി തയ്യാറാണ് എന്ന് മനസ്സിലാക്കിയ ചില സുഹൃത്തുക്കൾ തിരുവനന്തപുരത്ത് നടക്കുന്ന ആ വർഷത്തെ സ്റ്റേറ്റ് ലിറ്റററി സൊസൈറ്റിയുടെ വാർഷിക പരിഷത്തിൽ KVS പങ്കെടുക്കണമെന്ന് നിർബന്ധിച്ചുവെങ്കിലും സാർ വഴങ്ങിയില്ല. തനിക്ക് ക്ഷണം ഉണ്ടായിട്ട് പോലും. KVSൻ്റെ ഉറ്റ സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമായിരുന്ന സരസകവി എന്ന് വിശേഷിക്കപ്പെടുന്ന മൂലൂർ S. പത്മനാഭ പണിക്കർ നിർബന്ധിക്കുകയും ആ പരിഷത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ശ്രീ ഉള്ളൂർ S. പരമേശ്വര അയ്യർക്ക് KVSനെ പരിചയപ്പെടുത്തുന്ന കത്തും നൽകി. അങ്ങനെ പങ്കെടുക്കാമെന്ന് സാർ വിചാരിച്ചു. തിരുവനന്തപുരത്ത് ചെന്നു. എന്നാൽ പ്രോഗ്രാമുകളുടെ ബാഹുല്യം കാരണം സാറിനെ കാവ്യം അവതരിപ്പിക്കുവാൻ ഉള്ളൂർ അനുവദിക്കാതെയിരുന്നു. എന്നാൽ ആ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരുന്ന ശ്രീ IC ചാക്കോ വേദവിഹാരം അല്പമായി കാണുകയും സാറിനെ കൊണ്ട് പാടിച്ച് കേൾപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പരിഷത്തിൻ്റെ 3-ാമത്തെ ദിവസത്തിൽ ഈ കാവ്യം അവതരിപ്പിക്കുവാനുള്ള അനുവാദം നൽകി. 19-ാം അധ്യായമായ സോദോം ദഹനം KVS അവതരിപ്പിച്ചു. സദസ്സൊന്നടങ്കം ആനന്ദ പുളകിതരായി എന്ന് മാത്രമല്ല, ആ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് പോയട്രിക്കുള്ള അവാർഡിനായിട്ട് വേദവിഹാരത്തെ തിരഞ്ഞെടുത്തു. കേരളത്തിനകത്തും പുറത്തും ഇത് അവതരിപ്പിക്കുവാൻ KVS ധാരാളം ക്ഷണമുണ്ടായി. ഇംഗ്ലീഷ് ദിനപത്രങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് എല്ലാ ദിനപത്രങ്ങളിലും വേദവിഹാരത്തെ പറ്റിയുള്ള വിശദാംശങ്ങൾ എഴുതുകയുണ്ടായി. മദ്രാസിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സദസ്സിന് മുമ്പിൽ സാർ വേദവിഹാരം അവതരിപ്പിച്ചു. 1933 നവംബർ 28 ഒരു പബ്ലിക് ഗ്യാതറിംഗ് YMCAയിൽ മദ്രാസ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ PK കോശിയുടെ നിർബന്ധപ്രകാരം നടത്തുകയുണ്ടായി. അപ്പോഴാണ് ഡോക്ടർ PK കോശി എങ്ങനെയോ അറിയുന്നു ഈ വേദവിഹാരം പ്രിൻ്റ് ചെയ്ത വകയിൽ 400 രൂപ CMS പ്രസിൽ KVS കൊടുക്കുവാനുണ്ടെന്ന്. സാറിൻ്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ആ പണം ഡോക്ടർ PK കോശിയാണ് നൽകിയത്. അത് ഞാൻ പറഞ്ഞത് സാറിൻ്റെ സാമ്പത്തികമായ വിഷയങ്ങൾ. സാഹിത്യത്തിൽ അമരത്വം നേടിക്കൊടുത്ത വേദവിഹാരത്തിൽ 12,000 വരികളാണ് ഉള്ളത്. ഉൽപ്പത്തി പുസ്തകത്തിലുള്ളതുപോലെ 50 അധ്യായങ്ങൾ വേദവിഹാരത്തിൻ്റെ ആ ഉൽപ്പത്തി കാണ്ഡത്തിലും ഉണ്ട്. ഈ മഹാകാവ്യത്തിലെ ഉപക്രമത്തിൽ കൈവന്നിട്ടുള്ള സൂക്ഷ്മതയും സാന്ദ്രതയും കവിയുടെ കലാകുശലതയ്ക്ക് മഹുടോദകരണങ്ങളാണ്. ശബ്ദത്തിൻ്റെ അടരായുള്ള അർത്ഥസാധ്യതകളെ ഇത്രയേറെ സാക്ഷാത്കരിക്കുന്ന കവിതകൾ ഏതു ഭാഷയിലും വിരളമായിരിക്കാം. ഇപ്പോൾ പ്രിയ കുഞ്ഞുങ്ങൾ, വേദവിഹാരം അവതരിപ്പിക്കാൻ പോകുകയാണ്. ഒരു പക്ഷെങ്കിൽ ഒരു ഓപ്പൺ സ്റ്റേജിൽ വേദവിഹാരം ആലപിക്കുന്ന ഇതാദ്യമായിരിക്കാം. കാരണം ധാരാളം രാഗതാള ലയ മിശ്രിതങ്ങളാണിത്. അത് പറയുവാനുള്ള അറിവെനിക്കില്ലാത്തത് കൊണ്ട് ആ പ്രിയ കുഞ്ഞുങ്ങൾ അതിനെപ്പറ്റി അല്പമായി പറഞ്ഞിട്ട്
വേദവിഹാരത്തിലേക്ക് പ്രവേശിക്കും. വേദവിഹാരത്തിലേക്ക്. നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇപ്പോൾ പറഞ്ഞതുപോലെ വേദവിഹാരം വലിയൊരു കവിതാ സമാഹാരമാണ് സാറിൻ്റെ. എന്നാൽ നമുക്ക് കുറച്ച് ഒരു 5 ഖണ്ഡികകൾ മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. ഈ 5 ഖണ്ഡികകളും 5 രാഗമാണ്: ഭൂപാളം, കാപ്പി, അഠാണ, യമുന കല്യാണി, ശ്യാമ. നിർദ്ദേശിപ്പതായതിന്നറുതിയില്ലാതുള്ള യുഗം മുൻപും വീതരൂപനായി വിമലാഭനായി നിന്ന മഹാ നീതി നീരതിയെ ഞാനാദരാൽ വന്ദിക്കുന്നേ. വീതരൂപനായി വിമലാഭനായി നിന്ന മഹാ നീതി നീരതിയെ ഞാൻ ആദരാൽ വന്ദിക്കുന്നേ. സകല ലോകങ്ങൾക്കും ആദികാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആഹാരപ്രദനിവൻ. സകല ലോകങ്ങൾക്കും ആദികാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആഹാരപ്രദനിവൻ. സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ. പുഷ്പകാലത്തു കളകണ്ഠം കടകൂജിതം പോലെ
ക്ഷമമാക്കി സ്വാശയം കഴുതയെ കൊണ്ടു നീ പറയിച്ചു. ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. മോശമായൊന്നുമില്ല നിന്നുടെ കരം ചേർന്നാം. ഊഴിക്കു നിർമ്മാതാവേ ദൈവനിർണയമാകും ആഴവും ബഹുവിധ വ്യാഖ്യാന ഭംഗങ്ങളും ചൂഴുറ്റ ഗഹനാർത്ഥ ശബ്ദമാം തിമികളുമേഴുന്ന വേദമാകും ആഴിയിലാരിറങ്ങും. എങ്കിലും അവിടുത്തെ സാഹ്യമായിടുന്നൊരു തുങ്കമാം പ്ലവയന്ത്രം തന്നിൽ ഞാനിരിക്കുകിൽ. വൻകടലിതിൻ ചില ഭാഗങ്ങൾ വീക്ഷിക്കുവാൻ സങ്കടമെന്നിൽ സാധിച്ചിടുമില്ലൊരു തർക്കം. വൻകടലിതിൻ ചില ഭാഗങ്ങൾ വീക്ഷിക്കുവാൻ സങ്കടമെന്നെ സാധിച്ചിടുമില്ലൊരു തർക്കം.